ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 58. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അധ ചേത്വമഹങ്കാരാൻ ന ശ്രോഷ്യസി വിനങ്ഷ്യസി. വിവർത്തനം: എന്നെക്കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എൻ്റെ പ്രസാദം കൊണ്ടുതന്നെ ബദ്ധജീവിതത്തിൻ്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എൻ്റെ അഭിമതമനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഭാവാർത്ഥം: തികഞ്ഞ കൃഷ്ണാവബോധമുള്ള ഒരാൾ തൻ്റെ കടമകൾ നിർവഹിക്കുന്നതിനെപ്പറ്റി വലിയ ഉത്കണ്ഠ കാട്ടാറില്ല. ഈ കൂസലില്ലായ്മ എങ്ങനെയുണ്ടാവുന്നുവെന്ന് മൂഢന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കൃഷ്ണാവബോധസ്ഥനായ ഭക്തന് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താകുന്നു കൃഷ്ണൻ. ദിവസത്തിൽ 24 മണിക്കൂറും തനിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഭക്തൻ്റെ സുഖത്തിന് വേണ്ടതെന്തെല്ലാമെന്ന് കൃഷ്ണൻ അറിയാം. ആ സുഹൃത്തിന് സ്വയം സമർപ്പിതനാണ് ഭക്തൻ. ആ നിലയ്ക്ക് ജീവിതം ശാരീരികമെന്ന മിഥ്യാവബോധത്തിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരത്തിന് ആരും വിധേയരാകേണ്ടതില്ല. താൻ പ്രകൃതി നിയമങ്ങൾക്ക് അതീതനാണെന്നോ തനിക്ക് കർമ്മ സ്വാതന്ത്ര്യമുണ്ടെന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് വിധേയരാണെല്ലാവരും. പക്ഷേ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഒരാൾ സ്വതന്ത്രനാവും, ഭൗതിക ക്ലേശങ്ങൾക്ക് അതീതനാവും. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തവർ ഭൗതികതയുടെ ചുഴിക്കുത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. സംസാര സമുദ്രത്തിൽ ജനന മരണങ്ങളിൽപ്പെട്ട് വലയുന്നു. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് ബദ്ധജീവാത്മാവിന് അറിഞ്ഞുകൂടാ. കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ പ്രവൃത്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അയാൾ ചെയ്യുന്നതെന്തും ഹൃദയസ്ഥനായ കൃഷ്ണൻ്റെ പ്രേരണയനുസരിച്ചും ആധ്യാത്മിക ഗുരുവിൻ്റെ സ്ഥിരീകരണത്തോടു കൂടിയുമായിരിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.